യുക്രൈൻ റഷ്യ യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൽ നിരവധി ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പല രാജ്യങ്ങളിൽ നിന്ന് വന്ന നിരവധി ആളുകളാണ് ഇപ്പോഴും റഷ്യയിലും യുക്രൈനിലും കുടുങ്ങിക്കിടക്കുന്നത്. ഇതേപോലെ പണ്ട് മലയാളികൾ നാട്ടിലേക്ക് വരാൻ സാധിക്കാതെ റഷ്യ യുദ്ധഭൂമിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇവർ റഷ്യയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് വീട്ടിലേക്ക് സന്ദേശം അയച്ചിരുന്നു. റഷ്യൻ കൂലിപ്പട്ടാളത്തിന്റെ ഭാഗമായി കുറാഞ്ചേരി തെക്കേമുറിയിൽ കുര്യന്റെയും ജെസ്സിയുടെയും മകൻ ജെയിൻ, സഹോദരി ജോലിയുടെ ഭർത്താവ് ബിനിൻ എന്നിവരാണ് റഷ്യ യുക്രൈൻ അതിർത്തിയിൽ അകപ്പെട്ടിട്ടുള്ളത്. കുട്ടനെല്ലൂർ തോരത്ത് വീട്ടിൽ ബാബുവിന്റെയും ലൈസയുടെ മകനാണ് ബിനിൻ. ബന്ധുക്കൾ നോർക്ക വഴിയും ഇന്ത്യൻ എംബസി വഴിയും യുവാക്കളെ നാട്ടിലെത്തിക്കാൻ ഓഗസ്റ്റ് മുതൽ ശ്രമം തുടരുകയാണ്. മന്ത്രിമാരും എംപിമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അപേക്ഷകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിലാണ് പോളണ്ടിലേക്ക് ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് രണ്ടുപേരെയും അകന്ന ബന്ധു റഷ്യയിലേക്ക് എത്തിക്കുന്നത്. വിസയുടെ കാര്യങ്ങളുമായി അവസാന ഘട്ടത്തിലെ തയ്യാറെടുപ്പിലാണ് ഇവർ റഷ്യയിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലായത്. മെച്ചപ്പെട്ട ജോലിക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിലിൽ ചതിയിൽപ്പെടുകയായിരുന്നു രണ്ടുപേരും. നിർബന്ധപൂർവ്വം യുദ്ധമുഖത്തേക്ക് ജോലിക്ക് നിയോഗിക്കുന്നതാണെന്ന് ജെയിൻ അവസാനമായി അമ്മയെ വിളിച്ചറിയിച്ചു. കൂലിപ്പട്ടാളത്തിൽ പരിശീലനത്തിനാണ് ആദ്യം നിയോഗിച്ചത്. പിന്നീട് യുദ്ധഭൂമിയിൽ ഭക്ഷണം എത്തിക്കലും ട്രഞ്ച് നിർമ്മിക്കലുമായിരുന്നു ജോലി. യുദ്ധഭൂമിയിലേക്കാണ് നേരിട്ട് നിയോഗിക്കലാണ് അടുത്ത ഘട്ടമെന്ന് കഴിഞ്ഞ ദിവസം ജെയിൻ പറഞ്ഞു. തുടർന്ന് വിളിക്കാൻ കഴിയുമെന്ന് പോലും തോന്നിയിട്ടില്ല. ബിനിൽ 4 മാസം പ്രായമുള്ള മകനെ കണ്ടിട്ട് പോലുമില്ല. കൊച്ചിയിൽ മെക്കാനിക്കാണ് ജെയിൻ ജോലി ചെയ്തിരുന്നത്. ബിനിൽ ഇലക്ട്രീഷ്യനുമാണ്. ഒമാനിലായിരുന്നു ജോലി. ശമ്പളം മുടങ്ങാൻ തുടങ്ങിയതോടെ 4 മാസം മുമ്പ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങി. രണ്ടുപേരും ഇലക്ട്രീഷ്യൻ ജോലിക്കാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് റഷ്യയിലേക്കായിരുന്നു എത്തിച്ചത്. നിരവധി ആളുകളെയാണ് ഇത്തരത്തിൽ പറഞ്ഞു പറ്റിച്ച് വിവിധ രാജ്യങ്ങളിൽ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. വിവിധ ആളുകൾ ഇത്തരത്തിൽ ആളുകളെ പറ്റിക്കാൻ വേണ്ടി നിൽക്കുന്നുമുണ്ട്. ഇനിയും നിരവധി ആളുകളെ ഇത്തരത്തിൽ പറ്റിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മുടെ സഹോദരനോ നമ്മുടെ പ്രിയപ്പെട്ടവരോ ആരെങ്കിലും ഇതുപോലുള്ള ചതികളിൽ വീണുപോയാൽ അത് നമുക്ക് വലിയൊരു വേദനയായി മാറും. അതിനാൽ തന്നെയും ഇവരെ ഉടനെ തിരിച്ചെത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊരു പാഠമാവണം. ആരും ഇതുപോലെയുള്ള വലിയ ചതിക്കുഴിയിൽ വീഴാതിരിക്കാനുള്ള നല്ലൊരു പാഠം.